എല്ലാവർക്കും നമസ്കാരം. PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് 2020 മുതൽ 2024 വരെ ചോദിച്ചിട്ടുള്ള ഭൗതിക ശാസ്ത്രത്തിലെ ചോദ്യോത്തരങ്ങളാണ്. അതിലെ പാർട്ട് 3 ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആദ്യമേ പറയാം, നിങ്ങൾക്ക് ഒരുപാട് സംശയം വരും. അതിനകത്ത് ആദ്യത്തെ ചോദ്യമാണ്, ഇതിന്റെ PDF നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുമോ? ഇതിന്റെ PDF നോട്ട്സ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ, PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിന്റെ PDF നോട്ട്സ്. അപ്പം ഈ ഒരു PDF നോട്ട് മാത്രമല്ല, മറ്റ് സബ്ജക്റ്റുകളുടെയും മറ്റെല്ലാ സബ്ജക്റ്റുകളുടെയും കറണ്ട് അഫയേഴ്സ്, എക്കണോമിക്സ്, ഹിസ്റ്ററി, അതേപോലെ തന്നെ സയൻസ് വിഷയങ്ങളെല്ലാം, ഫിസിക്സ് മാത്രമല്ല കെമിസ്ട്രി, ബയോളജി തുടങ്ങിയ എല്ലാ സയൻസ് വിഷയങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം ചാനലിൽ കിട്ടും. കൂടാതെ 1,00,000-ൽ പരം പോൾ വർക്ക്ഔട്ട് എക്സാംസ്. ക്ലിയർ ആയല്ലോ? അപ്പം ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ മറ്റ് ക്ലാസ്സുകളുണ്ട്. കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളുണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, കേരള ചരിത്രമുണ്ട്, അതേപോലെ ബയോളജി ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. ഇതേപോലെ എല്ലാ സബ്ജക്റ്റിന്റെയും യൂട്യൂബ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് വരുന്ന ഒരു സംശയമാണ്, ഇതിന്റെ എല്ലാം എക്സാം നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞു അവിടെ വിട്ടു എന്നല്ല. PSC ഇൻഫ്ലുവൻസറിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം നിങ്ങൾ ഇത് പഠിച്ചു പോകുക, 2025 നിങ്ങളുടേതാവുക. 2025 ആദ്യത്തെ റാങ്കുകളിൽ, 2025 പട്ടികകളിലെ ആദ്യത്തെ റാങ്കുകളിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക, നിങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തുക എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്ന് ഇതിന്റെ ഒരു ക്ലാസ് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം നിങ്ങൾക്ക് ഇതിന്റെ എക്സാം വർക്ക്ഔട്ട് ഉണ്ട്. പോൾ എക്സാം വർക്ക്ഔട്ട് ആയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ തന്നെ നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പൊ അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു പോൾ വർക്ക്ഔട്ട് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായി, ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയി. അപ്പം ആദ്യം പറയട്ടെ, ഭൗതിക ശാസ്ത്രം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോ 3ാമത്തെ പാർട്ടാണ് എടുക്കുന്നത്. മൊത്തം 10 പാർട്ടേ നിങ്ങൾക്ക് തരത്തുള്ളൂ. ഓക്കെ, ഈ 10 പാർട്ടിനകത്തുള്ള കംപ്ലീറ്റ് ഭൗതിക ശാസ്ത്രത്തിലെ മൊത്തം ചോദ്യോത്തരങ്ങളും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, SCERT, NCERT ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് ലഭിക്കും, ഈ 10 ക്ലാസ്സിനകത്ത്. ബാക്കിയുള്ള PDF-ഉം ഈ 10 ക്ലാസ്സിന്റെ PDF നിങ്ങൾക്ക് കിട്ടുന്നത് PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം ചാനലിലാണ്. അപ്പം ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, ക്ലാസ് എല്ലാവരും ആദ്യാവസാനം വരെ കാണുക, നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇതാണ്: ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം എന്താണ്? ഓപ്ഷൻ എ സ്ഥാനാന്തരം, ഓപ്ഷൻ ബി ചലനം, ഓപ്ഷൻ സി സ്ഥിതികോർജം, ഓപ്ഷൻ ഡി കൊഹിഷൻ. ചുറ്റുപാടുകളെ അപേക്ഷിച്ചുകൊണ്ട് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റത്തെ അറിയപ്പെടുന്ന പേര്. ഞാൻ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ അപ്പുറത്തോട്ടൊന്ന് മാറിയിരിക്കുകയാണ്, അങ്ങനെയെങ്കിൽ ആ ഒരു വസ്തുവിന് ഒരു സ്ഥാനമാറ്റം ഉണ്ടായി അല്ലെ? ആ സ്ഥാനമാറ്റം എന്താണ്? ഞാൻ എന്ത് ചെയ്തു? ഞാൻ ചലിച്ചു. അപ്പൊ ഇവിടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ചലനമാണ്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഈ ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഉത്തരം കണ്ടെത്താം, നിങ്ങൾക്ക് തന്നെ കണ്ടെത്താം. ആ ചോദ്യം ഒന്ന് മനസ്സിലാക്കി വായിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നോക്കിയേ, ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം അറിയപ്പെടുന്ന പേരെന്താണ്? ചലനം. അപ്പം ബലം പ്രയോഗിക്കുന്ന ദിശയിലാണ് എന്ത് സംഭവിക്കുന്നത്? ചലനം സംഭവിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രസ്താവനയാണ്, ഓർത്തിരിക്കുക. എന്താണ്? ബലം പ്രയോഗിക്കുന്ന ദിശയിൽ എന്ത് സംഭവിക്കുന്നു? ചലനം സംഭവിക്കുന്നു. ബലം പ്രയോഗിക്കുന്ന ദിശയിൽ ചലനം സംഭവിക്കുന്നു. അപ്പൊ ചലനം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം. ബലം പ്രയോഗിക്കുന്ന ദിശയിലാണ് ചലനം സംഭവിക്കുന്നത്. ഓക്കെ ആണല്ലോ? അങ്ങനെയെങ്കിൽ ചലനവുമായി ബന്ധപ്പെട്ട ബലം ഏതാണ്? ചലനവുമായി ബന്ധപ്പെട്ട ബലം ഏതാണ്? മെക്കാനിക്കൽ ഫോഴ്സ് ആണ്. ചലനവുമായി ബന്ധപ്പെട്ട ബലം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മെക്കാനിക്കൽ ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ യാന്ത്രിക ബലമാണ്. ചലനവുമായി ബന്ധപ്പെട്ട ബലം മെക്കാനിക്കൽ ഫോഴ്സ് അല്ലെങ്കിൽ യാന്ത്രിക ബലം. അങ്ങനെയെങ്കിൽ ചലനത്തെ ആദ്യമായി പഠിച്ച വ്യക്തി, ചലനത്തെ പറ്റി ആദ്യമായി പഠിച്ച വ്യക്തി. ഇവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആര്?
ചലനത്തെ കുറിച്ച് ആദ്യമായി പഠിച്ച വ്യക്തി ആര്? രണ്ടും ഒരാളാണോ? അല്ല. ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കുക. ചലനത്തെ പറ്റി ആദ്യമായി പഠിച്ച വ്യക്തി ഗലീലിയോ ഗലീലിയാണ്. ചലനത്തെ പറ്റി ആദ്യമായി പഠിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ഗലീലിയോ ഗലീലിയാണ്. എന്നാൽ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്? അത് ഐസക് ന്യൂട്ടൺ ആണ്. ക്ലിയർ ആയി ഈ രണ്ട് കാര്യങ്ങൾ? ചലനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചലനത്തെ പറ്റി ആദ്യമായി പഠിക്കാൻ ശ്രമിച്ച വ്യക്തി ഗലീലിയോ ഗലീലിയാണ്. ചലനവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ആവിഷ്കരിച്ച വ്യക്തി ആരാണ്? അത് ഐസക് ന്യൂട്ടൺ ആണ്. ഐസക് ന്യൂട്ടൺ. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ വസ്തുവിന്റെ ചലനാവസ്ഥയ്ക്കോ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം വരുത്താത്ത ബലം ഏതാണ്? ചലനത്തിന്റെ ചലനാവസ്ഥയ്ക്കോ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയ്ക്കോ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം വരുത്താത്ത ബലം ഏതാണെന്നറിയാമോ? ബാലൻസ്ഡ് ഫോഴ്സ് അല്ലെങ്കിൽ സന്തുലിത ബലമാണ്. ഒരു ബാലൻസ് ആയിട്ട് പോവാണ് അല്ലെ? വസ്തുവിന്റെ ആ ഒരു ചലനാവസ്ഥ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയ്ക്കോ എന്ത് സംഭവിക്കുന്നില്ല? ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അങ്ങനെയുള്ള ബലത്തെ അറിയപ്പെടുന്ന പേരെന്താണ്? ബാലൻസ്ഡ് ഫോഴ്സ് അല്ലെങ്കിൽ സന്തുലിത ബലം. ഇനി ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. വസ്തുവിന്റെ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം വരുത്താത്ത ബലം ഏതാണെന്ന് മാറ്റം വരുത്തുന്ന ബലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ് അല്ലെ? അൺബാലൻസ്ഡ് ഫോഴ്സ് അല്ലെങ്കിൽ അസന്തുലിത ബാഹ്യബലം. അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലെങ്കിൽ അസന്തുലിത ബാഹ്യബലം. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്ത് സംഭവിക്കൂ? അവിടെ ഒരു മാറ്റം സംഭവിക്കത്തുള്ളൂ. ഈ പേനയ്ക്ക് ഒരു ചലനം ഉണ്ടാകണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഞാൻ ഈ പെണ്ണെടുത്ത് അപ്പുറത്തോട്ട് മാറ്റി വെക്കണം അല്ലെ? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യണം. അപ്പം അതാണ് പറയുന്നത് ചലനം ഉളവാക്കാൻ സാധിക്കുന്ന ബലം എന്ന് പറയുന്നത് ഏതാണ്? അത് അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ്. അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. ചലനം ഉളവാക്കാൻ സാധിക്കുന്ന ബലം അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? എന്താണ് ചലനം എന്ന് പഠിച്ചു. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിന് ഉണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് എന്തെന്ന് പറയുന്നത്? ചലനം എന്ന് പറയുന്നത്. ബലം പ്രയോഗിക്കുന്നത് ഏത് ദിശയിലാണ്? ബലം പ്രയോഗിക്കുന്നത് ഏത് ദിശയിലാണോ ആ ദിശയിൽ തന്നെ എന്ത് സംഭവിക്കുന്നു? ചലനം സംഭവിക്കുന്നു എന്ന് പഠിച്ചു. കൂടാതെ ചലനവുമായി ബന്ധപ്പെട്ട ബലം ഏതാണ്? മെക്കാനിക്കൽ ഫോഴ്സ് അല്ലെങ്കിൽ യാന്ത്രിക ബലമാണ്. ചലനം ഇപ്പൊ ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം സംഭവിക്കാത്ത ബലം ഏതാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ മാറ്റം വരുത്താത്ത ബലം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ബാലൻസ്ഡ് ഫോഴ്സ് അല്ലെങ്കിൽ സന്തുലിത ബലമാണ്. എന്നാൽ ചലനം ഉളവാക്കാൻ സാധിക്കുന്ന ബലം ഏതാണെന്ന് ചോദിച്ചാൽ അസന്തുലിത ബാഹ്യബലം അല്ലെങ്കിൽ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആണെന്ന് നമുക്ക് പറയാം. ഇനി ചലനവുമായി ബന്ധപ്പെട്ട ആദ്യം പഠനം നടത്തിയത് ആരാണ്? ഗലീലിയോ ഗലീലിയാണ്. എന്നാൽ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്? ഐസക് ന്യൂട്ടൺ ആണ്. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ നിശ്ചല അവസ്ഥയിലുള്ള വസ്തുക്കളെ കുറിച്ചുള്ള പഠനം ഏതാണ്? നിശ്ചല അവസ്ഥയിലുള്ള വസ്തുക്കളെ കുറിച്ചുള്ള പഠനം സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ്. നിശ്ചല അവസ്ഥയിലുള്ള വസ്തുക്കളെ കുറിച്ചുള്ള പഠനം സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. എന്നാൽ ചലനത്തെ കുറിച്ചുള്ള പഠനം ഏതാണ്? ഡൈനാമിക്സ് ആണ്. രണ്ടുകൂടെ തിരിഞ്ഞു പോവല്ലേ? നിശ്ചല അവസ്ഥയിലുള്ള വസ്തുക്കളെ കുറിച്ചുള്ള പഠനം സ്റ്റാറ്റിസ്റ്റിക്സും ചലനത്തെ കുറിച്ചുള്ള പഠനം ഡൈനാമിക്സുമാണ്. അപ്പൊ ചലനം കഴിഞ്ഞു. നിങ്ങൾ ചലനം മൊത്തം പഠിച്ചു. ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് നമ്മൾ SCERT ഉപയോഗിച്ചിട്ടുണ്ട്, NCERT ഫാക്ട്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് വരാം. അടുത്തത് നേർരേഖാ ചലനം എന്താണ്? ചലനം പല വിധമുണ്ടെന്ന് നമുക്കറിയാം. വർത്തുള ചലനമുണ്ട്, നേർരേഖാ ചലനമുണ്ട്. അതിനകത്ത് നേർരേഖാ ചലനം എന്താണെന്നാണ് പറയുന്നത്. എന്താ നേർരേഖാ ചലനം? ഒരു മാവിൽ നിന്ന് മാമ്പഴം ഞെട്ടറ്റ് താഴേക്ക് വീഴുന്നു. എങ്ങനെയാ വീഴുന്നത്? നേർരേഖയിലാ വീഴുന്നത് അല്ലെ? അപ്പം നേർരേഖയിലൂടെയുള്ള വസ്തുക്കളുടെ ചലനമാണ് എന്ത്? നേർരേഖാ ചലനം. നേർരേഖയിലൂടെയുള്ള വസ്തുക്കളുടെ ചലനം അറിയപ്പെടുന്നത് നേർരേഖാ ചലനം. നേർരേഖാ ചലനം. ഞെട്ടറ്റ് വീഴുന്ന മാമ്പഴമാണ് അതിന് ഉദാഹരണം. അടുത്ത വക്രരേഖാ ചലനമുണ്ട്. വക്രരേഖാ ചലനം എന്താണ്? വക്രരേഖാ ചലനം
വക്രരേഖയിലൂടെയുള്ള വസ്തുക്കളുടെ ചലനമാണ് വക്രരേഖാ ചലനം. നമ്മൾ ദൂരേക്ക് ഒരു കല്ലെടുത്തെറിയാ, അതെങ്ങനെയാ പോകുന്നത്? ഒരു കർവായിട്ട് പോവാണ് അല്ലെ, അതാണ് എന്തെന്ന് പറയുന്നത്? വക്രരേഖാ ചലനം. അപ്പൊ ചലനം പഠിച്ചു, നേർരേഖാ ചലനം പഠിച്ചു, വക്രരേഖാ ചലനം പഠിച്ചു. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങള്? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്: പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിന്റെ ചലനം ഏതു തരം ചലനമാണ്? പെൻസില് കോമ്പസിൽ ഘടിപ്പിച്ചു, എന്നിട്ട് ഒരു വട്ടം വരച്ചു. ആ വട്ടം ഏത് തരത്തിലുള്ള ചലനമാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ ഇപ്പൊ തന്നെ ഉത്തരം കണ്ടെത്തി. ഏതാണ്? ഓപ്ഷൻസ് ഒന്ന് വായിച്ചേക്കാം. ഓപ്ഷൻ എ ദോലനം, ഓപ്ഷൻ ബി ഭ്രമണം, ഓപ്ഷൻ സി നേർരേഖാ ചലനം, ഓപ്ഷൻ ഡി വർത്തുള ചലനം. നേർരേഖാ ചലനമാണോ? അല്ലെന്ന് നമ്മൾ പഠിച്ചു. നേർരേഖയിലൂടെയുള്ള ചലനമാണ് എന്ത്? നേർരേഖാ ചലനം. എന്നാൽ ഈ വട്ടം വരയ്ക്കുന്നത് നേർരേഖയിലാണോ? അല്ല. അപ്പൊ അതേതാണ്? ഓപ്ഷൻ ഡി ആണ്, വർത്തുള ചലനമാണ്. വർത്തുള ചലനം അല്ലെങ്കിൽ സർക്കുലാർ മോഷൻ. സർക്കുലാർ മോഷൻ എന്താണ്? സർക്കുലാർ മോഷൻ വർത്തുള ചലനമാണ്, അല്ലെങ്കിൽ വൃത്തപാതയിൽ കൂടിയുള്ള ചലനമാണ്. വൃത്തപാതയിൽ കൂടിയുള്ള ചലനമാണ് എന്തെന്ന് പറയുന്നത്? സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത്. വൃത്തപാതയിൽ കൂടിയുള്ള ചലനം അറിയപ്പെടുന്ന പേരെന്താണ്? സർക്കുലാർ മോഷൻ അല്ലെങ്കിൽ വർത്തുള ചലനം. ഈ വർത്തുള ചലനത്തിനകത്ത് നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് സമവർത്തുള ചലനം. സമവർത്തുള ചലനം. നമുക്ക് സമവർത്തുള ചലനത്തിലേക്ക് വരാം. അതിനു മുമ്പ് വർത്തുള ചലനത്തിന് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ്, പെൻസില് കോമ്പസിൽ ഘടിപ്പിച്ചുകൊണ്ട് വൃത്തം വരയ്ക്കുന്നത് ഏത് തരത്തിലുള്ള ചലനമാണ്? മറ്റൊരു ഉദാഹരണമാണ് ജൈന്റ് വീൽ കറങ്ങുന്നത്. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് ജൈന്റ് വീൽ എങ്ങനെ കറങ്ങുന്നത്? വട്ടത്തിലാണ് അല്ലെ? അത് ഏതിന് ഉദാഹരണമാണ്? വർത്തുള ചലനത്തിന് ഉദാഹരണമാണ്. കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറക്കുമ്പോൾ കല്ലിന്റെ ചലനം ഏതാണ്? അതും വർത്തുള ചലനമാണ് അല്ലെ? നമ്മളൊരു കല്ലെടുത്തു, അത് കയറിൽ കെട്ടി വട്ടത്തിൽ കറക്കാണ്. വട്ടത്തിൽ കറക്കുമ്പോ എങ്ങനെയാ അത് പോകുന്നത്? വൃത്തപാതയിൽ കൂടിയാണ് പോകുന്നത്. അങ്ങനെയെങ്കിൽ അത് ഏത് ചലനമാണ് വരുന്നത്? വർത്തുള ചലനമാണ് വരുന്നത്. അതേപോലെ തന്നെ ചക്കിന് ചുറ്റും കാളയുടെ ചലനം. ചക്കിന് ചുറ്റും കാളയുടെ ചലനം എങ്ങനെയാണ് വരുന്നത്? അതും വർത്തുള ചലനമാണ്. വർത്തുള ചലനം. ക്ലിയർ ആയോ വർത്തുള ചലനം? വർത്തുള ചലനം ക്ലിയർ ആയെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. സമവർത്തുള ചലനം. എന്താണ് സമവർത്തുള ചലനം എന്ന് പറയുന്നത്? വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനമാണ് സമവർത്തുള ചലനം. വർത്തുള ചലനം നമുക്കറിയാം, വൃത്തപാതയിൽ കൂടിയുള്ള ചലനമാണ് വർത്തുള ചലനം. അപ്പൊ സമവർത്തുള ചലനമാണ് എങ്കിൽ എന്താണ്? സമവർത്തുള ചലനം എന്ന് പറഞ്ഞാൽ വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനം. തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനമാണ് സമവർത്തുള ചലനം. ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ പെൻഡുലം ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിന്റെ ചലനം എങ്ങനെയാണ്? തുല്യ സമയം കൊണ്ട് തുല്യ ദൂരമല്ലേ അത് സഞ്ചരിക്കുന്നത്? അപ്പം അതെന്തിന് ഉദാഹരണമാണ്? സമവർത്തുള ചലനത്തിന് ഉദാഹരണമാണ്. നിങ്ങൾക്ക് എളുപ്പമാണ് പഠിക്കാൻ, സിമ്പിൾ ആണ്. ഈ ഭൗതികശാസ്ത്രം എന്ന് പറയുന്ന വിഷയം സിമ്പിൾ ആണ്. നിങ്ങൾ ഒരുപാട് അങ്ങ് പാടാണ് എന്ന് പറഞ്ഞുകൊണ്ട് പഠിക്കാതിരിക്കുക. നിങ്ങൾക്ക് എളുപ്പമാണ്, ഇത് പഠിക്കാൻ എളുപ്പമാണ്. കാരണം അതിനകത്ത് തന്നെ ഇപ്പൊ സമവർത്തുള ചലനത്തിനകത്ത് തന്നെ സമം ആ വേർഡ് ഉപയോഗിച്ചാൽ മതി. എന്താ? തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം. വർത്തുളം ആകുമ്പോ എങ്ങനെയായിരിക്കും? അത് സർക്കുലാർ മോഷനിലായിരിക്കും. അപ്പൊ നിങ്ങൾ സമവർത്തുള ചലനം പഠിച്ചു. എപ്പോഴും എങ്ങനെയായിരിക്കും? ഒരു ക്ലോക്കിനകത്തെ ആ ഒരു സൂചിയുടെ കറക്കം എന്തായിരിക്കും? തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം ആണല്ലോ കറങ്ങുന്നത്. അപ്പൊ ഉദാഹരണം ഏതാണ്? പെൻഡുലം ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിന്റെ ചലനം. പഠിച്ചു കഴിഞ്ഞു നിങ്ങൾ. അത് നിങ്ങൾക്ക് ക്ലിയർ ആയി, നിങ്ങൾ അത് പഠിച്ചു. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പഠിച്ചാൽ മതി. ഭൗതികശാസ്ത്രം ഒരു പാടുള്ള വിഷയമല്ല, നിങ്ങൾ പഠിച്ചാൽ എളുപ്പമുള്ള വിഷയമാണ്. ക്ലിയർ ആയോ? ഓക്കെ, മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് എടുക്കാം. അടുത്ത ചോദ്യം നോക്കിയേ. ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശത്തേക്കും ചലിക്കുന്നതാണ് എന്ത്? ഓപ്ഷൻ എ ഭ്രമണം, ഓപ്ഷൻ ബി ദോലനം, ഓപ്ഷൻ സി നേർരേഖാ ചലനം, ഓപ്ഷൻ ഡി വർത്തുള ചലനം.
നോക്കി, ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നു, അല്ലെ? മുമ്പോട്ടും ചലിക്കുന്നു, പുറകോട്ടും ചലിക്കുന്നു. അപ്പം ഇത് ഏത് ചലനമാണ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ദോലനമാണ്, അല്ലെങ്കിൽ ഓക്സിലേഷൻ ആണ്. ഓക്സിലേഷൻ. ഇതിനൊരു എക്സാമ്പിൾ പറയാമോ? ഏതാണ്? ഒരു കേന്ദ്ര ബിന്ദുവിനെ ആസ്പദമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു വസ്തു ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതിനൊരു ഉദാഹരണം ഊഞ്ഞാല, അല്ലെ? ദോലനത്തിനൊരു ഉദാഹരണമാണ് ഏത്? ഊഞ്ഞാല എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഓക്സിലേഷൻ അല്ലെങ്കിൽ ദോലനം എന്ന് പറയുന്നത്? ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കിക്കൊണ്ട് ഒരു വസ്തുവിന്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനത്തെയാണ് എന്തെന്ന് പറയുന്നത്? ദോലനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓക്സിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതിനെ പറയുന്ന പേര് എന്താണ്? ദോലനം. ഇനി എന്താണ് കമ്പനം? ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്ന പേരാണ് കമ്പനം എന്ന് പറയുന്നത്. ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? കമ്പനം. ഈ കമ്പന ചലനങ്ങളെല്ലാം എന്താണ്? ദോലനങ്ങളാണ് കേട്ടോ. കമ്പന ചലനങ്ങളെല്ലാം ദോലനങ്ങളാണ്. അപ്പൊ കമ്പനം എന്താണെന്ന് പഠിച്ചു, ദോലനം എന്താണെന്ന് പഠിച്ചു. ദോലനം അല്ലെങ്കിൽ ഓക്സിലേഷൻ എന്താണ്? ഒരു നിശ്ചിത ബിന്ദുവിനെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു വസ്തുവിന്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനം, അല്ലെങ്കിൽ ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് അതിന്റെ ദോലനം എന്ന് പറയുന്നത്. ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? കമ്പനം. ഇത് ഇപ്പോൾ ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ ഒരു ചോദ്യമാണ്. ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത് ഡാഷ്. ഏതാണ്? കമ്പനം എന്നാണ്. കമ്പനം. അങ്ങനെയെങ്കിൽ ഊഞ്ഞാലിന്റെ ചലനം ഏതാണെന്ന് നമ്മൾ പറഞ്ഞു? ദോലനമാണെന്ന് പറഞ്ഞു. ദോലനത്തിനുള്ള മറ്റുദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, പെൻഡുലം ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം, അല്ലെ? പെൻഡുലത്തിന്റെ ചലനം എങ്ങനെ? മുന്നോട്ടും പിന്നോട്ടുമാണ്, അല്ലെ? അപ്പൊ അതെന്തിന് ഉദാഹരണമാണ്? ദോലനത്തിന് ഉദാഹരണമാണ്. അടുത്ത ഊഞ്ഞാല്. ഊഞ്ഞാലും എന്തിന് ഉദാഹരണമാണ്? ദോലനത്തിന് ഉദാഹരണമാണ്. സിമ്പിൾ പെൻഡുലം. അതേപോലെ തന്നെ തൂക്കിയിട്ട തൂക്കുവിളക്കിന്റെ ചലനം, സമുദ്രതിരകൾ കടന്നു പോകുമ്പോൾ സമുദ്രജലത്തിനുണ്ടാകുന്ന ചലനം, ഇവയെല്ലാം എന്തിൽ വരുന്നു? ദോലനങ്ങൾക്ക് ഉദാഹരണത്തിൽ വരുന്നവയാണ്. അപ്പൊ ദോലനത്തിന്റെ ഉദാഹരണം പഠിച്ചേ. പെൻഡുലം ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം, ഊഞ്ഞാല്, സിമ്പിൾ പെൻഡുലം, തൂക്കിയിട്ട തൂക്കുവിളക്കിന്റെ ചലനം, സമുദ്രതിരകൾ കടന്നു പോകുമ്പോൾ സമുദ്രജലത്തിനുണ്ടാകുന്ന ചലനം. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ചലനങ്ങളിൽ ദോലന ചലനം അല്ലാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്ന ചലനങ്ങളിൽ ദോലന ചലനം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ, ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം. ഓപ്ഷൻ ബി, ഊഞ്ഞാലിന്റെ ചലനം. ഓപ്ഷൻ സി, വലിച്ചു കെട്ടിയ റബ്ബർ ബാൻഡിൽ വിരൽ കൊണ്ട് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ചലനം. ഓപ്ഷൻ ഡി, സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നത്. നമ്മൾക്ക് ദോലന ചലനം എന്താണെന്ന് നമ്മൾ പഠിച്ചു. എന്തായിരുന്നു? ഒരു നിശ്ചിത ബിന്ദുവിനെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു വസ്തുവിന്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനമാണ് ദോലനം. ഇവിടെ ചോദ്യം, ഈ താഴെ തന്നിരിക്കുന്നവയിൽ ദോലന ചലനം അല്ലാത്തത് ഏത്? അപ്പൊ ദോലനം ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം എന്താണ്? ദോലന ചലനത്തിന് ഉദാഹരണമാണ്. ഊഞ്ഞാലിന്റെ ചലനം എന്താണ്? ദോലന ചലനത്തിന് ഉദാഹരണമാണ്. വലിച്ചു കെട്ടിയ റബ്ബർ ബാൻഡിൽ വിരൽ കൊണ്ട് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ചലനം, കമ്പനങ്ങളെല്ലാം എന്താണ്? ദോലനങ്ങളാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ അതും എന്താണ്? ദോലന ചലനമാണ്. അടുത്ത നോക്കി, സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നത്, അത് ഏത് ചലനമാണ്? ദോലന ചലനമാണോ? അല്ല. അപ്പൊ ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. താഴെ തന്നിരിക്കുന്നവയിൽ ദോലന ചലനം അല്ലാത്തത് ഏതാണ്? സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നതാണ്. സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നത്. എന്നാൽ ഭൂമിയുടെ ഭ്രമണം എന്താണ്? ഭൂമിയുടെ ഭ്രമണം അത് ക്രമാവർത്തന ചലനമാണ്, അല്ലെങ്കിൽ പീരിയോഡിക് മോഷൻ ആണ്. എന്താണ് ക്രമാവർത്തന ചലനം? ക്രമാവർത്തന ചലനം ഒരു നിശ്ചിത സമയത്തിൽ ആവർത്തിച്ചു വരുന്ന ചലനമാണ്. ഒരു നിശ്ചിത സമയത്തിൽ ആവർത്തിച്ചു വരുന്ന ചലനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പീരിയോഡിക് മോഷൻ അല്ലെങ്കിൽ ക്രമാവർത്തന ചലനം എന്ന് പറയുന്നത്. അപ്പൊ ക്രമാവർത്തന ചലനത്തിന് ഉദാഹരണം ഏതൊക്കെയാണ്? ഭൂമിയുടെ ഭ്രമണം, പെൻഡുലം ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം, ഇവയെല്ലാം എന്തിന് ഉദാഹരണമാ? ക്രമാവർത്തന ചലനത്തിന് ഉദാഹരണമാണ്. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരു വസ്തുവിന്റെ
സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ്. ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ, സ്വന്തം ആക്സിസിനെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏത്? ഓപ്ഷൻ എ പരിക്രമണം, ഓപ്ഷൻ ബി ഭ്രമണം, ഓപ്ഷൻ സി വർത്തുള ചലനം, ഓപ്ഷൻ ഡി നേർരേഖാ ചലനം. ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? എല്ലാവർക്കും അറിയുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ, ഭ്രമണമാണ് അല്ലെങ്കിൽ റൊട്ടേഷൻ ആണ്. റൊട്ടേഷൻ. ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? ഭ്രമണം ആണ്. ഭ്രമണം. സൂര്യന്റെ സ്ഥാനം മാറുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും അല്ലെ. അതെന്തുകൊണ്ടാണ് സൂര്യന്റെ സ്ഥാനം മാറുന്നതായി നമുക്ക് അനുഭവപ്പെടാനുള്ള കാരണം? അത് ഭ്രമണം മൂലമാണ്. അപ്പൊ ഭ്രമണം എന്താണ്? കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം വസ്തുവിനുള്ളിൽ തന്നെ വരുന്ന ചലനം. കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം എന്തിനകത്ത് തന്നെ വരുന്നു? അതിന്റെ ഉള്ളിൽ തന്നെ വരുന്നു അല്ലെ. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഭ്രമണം എന്ന് പറയുന്നത്. കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം അല്ലെങ്കിൽ ആക്സിസ് വസ്തുവിനുള്ളിൽ തന്നെ വരുന്ന ചലനമാണ് ഭ്രമണം. ഇനി ഭൂമിക്ക് ഏറ്റവും കൂടുതൽ ഭ്രമണ വേഗത ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഇക്വിറ്റോറിയലിലാണ് അല്ലെങ്കിൽ ഭൂമധ്യരേഖയിലാണ്. ഭൂമിക്ക് ഏറ്റവും കൂടുതൽ ഭ്രമണ വേഗത അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖ. അപ്പൊ ഭൂമിക്ക് ഏറ്റവും കുറവ് ഭ്രമണ വേഗത ഉള്ളത് എവിടെയാണ്? അത് പോളാർ റീജിയൻസിലാണ്. എന്ന് വെച്ചാൽ ഏതാണ്? ധ്രുവങ്ങളിലാണ്. എവിടെയാണ്? ധ്രുവങ്ങളിലാണ്. അടുത്ത ഭൂമിയുടെ ഭ്രമണ ദിശ എങ്ങോട്ടാണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ഭൂമിയുടെ ഭ്രമണ ദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണെന്ന് ഓർത്തിരിക്കുക. ഭൂമിയിൽ പകലും രാത്രിയും മാറി മാറി അനുഭവപ്പെടാൻ കാരണം എന്താണ്? അത് ഭൂമിയുടെ ഭ്രമണം മൂലമാണ്. സൂര്യന് സ്ഥാനമാറ്റം സംഭവിക്കുന്നു എന്ന് നമ്മൾക്ക് അനുഭവപ്പെടാൻ കാരണം എന്താണ്? അതും ഭ്രമണമാണ്. അപ്പൊ ഭ്രമണം എന്തൊക്കെയാ പഠിച്ചേ? ഒന്ന്, കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം വസ്തുവിനുള്ളിൽ തന്നെ വരുന്ന ആ ഒരു ചലനമാണ് ഭ്രമണം എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞു ഭൂമിക്ക് ഏറ്റവും കൂടുതൽ ഭ്രമണ വേഗത ഉള്ളത് എവിടെയാണ്? ഇക്വിറ്റോറിയൽ അല്ലെങ്കിൽ ഭൂമധ്യരേഖയിലാണ്. ഏറ്റവും കുറവ് ഉള്ളത് എവിടെയാണ്? അത് ധ്രുവങ്ങളിലാണ്. ഭൂമിയുടെ ഭ്രമണ ദിശ എവിടെ നിന്ന് എങ്ങോട്ടാണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ഭൂമിയിൽ പകലും രാത്രിയും അനുഭവപ്പെടാൻ കാരണവും അതുപോലെ തന്നെ സൂര്യന് സ്ഥാനമാറ്റം സംഭവിക്കുന്നതായി തോന്നുന്നതിനുള്ള കാരണവും എന്താണ്? ഭ്രമണമാണ്. ക്ലിയർ ആയല്ലോ ഭ്രമണം? ഓക്കെ ആണേ. അങ്ങനെയെങ്കിൽ എന്താണ് പരിക്രമണം? ഭ്രമണത്തിന് നേരെ ഓപ്പോസിറ്റ് ആണ് പരിക്രമണം. റൊട്ടേഷനും റവല്യൂഷനും. എന്താണ് പരിക്രമണം എന്ന് പറയുന്നത്? കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം വസ്തുവിന് പുറത്തു വരുന്ന ചലനം. മറ്റേതെന്തായിരുന്നു? വസ്തുവിന്റെ അക്ഷം വസ്തുവിനുള്ളിൽ തന്നെ വരുന്ന ചലനമാണ് ഭ്രമണമെങ്കിൽ ഇത് കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം വസ്തുവിന് പുറത്ത് വരുന്ന ചലനമാണ് ഏതെന്ന് പറയുന്നത്? പരിക്രമണം എന്ന് പറയുന്നത്. പരിക്രമണത്തിന് ഉദാഹരണം എന്തൊക്കെയാണ്? കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിന്റെ ദളങ്ങളുടെ ചലനം. അത് അക്ഷത്തിന് പുറത്തല്ലേ. അപ്പം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിന്റെ ദളങ്ങളുടെ ചലനം, സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടുള്ള ഭൂമിയുടെ വാർഷിക ചലനം എന്നിവയെല്ലാം എന്തിനുദാഹരണമാണ്? പരിക്രമണത്തിന് ഉദാഹരണമാണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനകത്ത് വന്നിട്ടുള്ളതാണ്. SCRT ഫാക്റ്റിനകത്തുള്ളതാണ്. എന്താണ് പരിക്രമണം? കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം വസ്തുവിന് പുറത്തു വരുന്ന ചലനം പരിക്രമണം. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിന്റെ ദളങ്ങളുടെ അത് എന്താണ്? ദളങ്ങളുടെ ചലനം എന്തിന് ഉദാഹരണമാണ്? പരിക്രമണത്തിന് ഉദാഹരണമാണ്. സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടുള്ള ഭൂമിയുടെ വാർഷിക ചലനം എന്തിന് ഉദാഹരണമാണ്? പരിക്രമണത്തിന് ഉദാഹരണമാണ്. ഓക്കെ. അങ്ങനെയെങ്കിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട സമയം, ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ വേണ്ടി, ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കാൻ വേണ്ടി ഭൂമിക്ക് വേണ്ട സമയം എത്രയാണ്? 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. അങ്ങനെയെങ്കിൽ ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട സമയം എത്രയാണ്? 365 ദിവസം 5 മണിക്കൂർ 48 മിനിറ്റ് 45 സെക്കൻഡ് അല്ലെ. 365 ദിവസം അല്ലെങ്കിൽ 365 ദിവസം. അതെങ്ങനെയാണ്? 5 മണിക്കൂർ 48 മിനിറ്റ് 45 സെക്കൻഡ് പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട സമയം ഇതാണ്. അപ്പം ഭ്രമണവും പറഞ്ഞു, പരിക്രമണവും പറഞ്ഞു. ഓക്കെ ആണല്ലോ? ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്തതിലേക്ക് വരികയാണ്. അടുത്ത ഒരു ടോപ്പിക്കാണ്
നമ്മളിപ്പം പറയുന്നത് ആ ചോദ്യം നമുക്ക് നോക്കാം. ആദ്യ സ്ഥാനത്തു നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ്. ആദ്യ സ്ഥാനത്തു നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് ഏതാ? ഓപ്ഷൻ ഇ പ്രവേഗം, ഓപ്ഷൻ ബി സ്ഥാനാന്തരം, ഓപ്ഷൻ സി വേഗത, ഓപ്ഷൻ ഡി ത്വരണം. നേർരേഖാ ദൂരമാ പറഞ്ഞേ. ഇപ്പൊ ഞാൻ ട്രാവൽ ചെയ്യാണ്, ഇവിടുന്ന് തുടങ്ങി ഞാൻ ഇങ്ങോട്ട് പോയി. നേർരേഖയാണോ? അല്ല. എ ബി സി എന്ന് 3 ഡിനോട്ട് കൊടുത്തു. ഇത് നേർരേഖാ ദൂരമാണോ? അല്ല. ഇതെന്താണ്? എ ബി പ്ലസ് ബി സി എന്ന് പറയുന്നത് എന്താണ്? ദൂരമാണ് അല്ലെ. എ ബി പ്ലസ് ബി സി എന്ന് പറയുന്നത് എന്താണ്? ദൂരമാണ്, ഡിസ്റ്റൻസ് ആണ്. എന്നാൽ ഇതിനകത്ത് നേർരേഖാ ദൂരം എവിടാണ് വരുന്നത്? എ സി ആണ് അല്ലെ. ഇതാണ് എന്തെന്ന് പറയുന്നത്? സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം എന്ന് പറയുന്നത് ഏതാണ്? എ സി ആണ് സ്ഥാനാന്തരം. അപ്പൊ ആദ്യ സ്ഥാനത്ത് നിന്ന്, ഇവിടാണ് തുടങ്ങുന്നത്, സിയിലാണല്ലോ അവസാനിക്കുന്നത്. അപ്പൊ ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരം, ഇത് നേർരേഖാ ദൂരം അല്ലെ. ഈ നേർരേഖാ ദൂരം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ ബി സ്ഥാനാന്തരം. ഓപ്ഷൻ ബി സ്ഥാനാന്തരം. അപ്പൊ സ്ഥാനാന്തരം എന്താണെന്ന് പഠിച്ചു. എന്താ? ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരം ഏതാണ്? സ്ഥാനാന്തരമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് സ്ഥാനാന്തരം എന്താണെന്നൊന്ന് നോക്കാം. ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരം സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് പഠിച്ചു. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്ട് 2 നമ്മൾ സ്കെയിലാർ ക്വാണ്ടിറ്റിയും വെക്റ്റർ ക്വാണ്ടിറ്റിയും പറഞ്ഞായിരുന്നു. അതിനകത്ത് സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഏത് ക്വാണ്ടിറ്റിയാണെന്നാ പറഞ്ഞത്? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് അല്ലെ. പരിണാമത്തോടൊപ്പം ദിശ ചേർത്ത് പറയുന്ന അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കൂടി പറയുന്നതാണ് എന്ത്? വെക്റ്റർ ക്വാണ്ടിറ്റി. സദിശ അളവ്. സദിശ അളവിന് ഉദാഹരണമാണ് ഏതെന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഒരു സദിശ അളവാണ് അല്ലെങ്കിൽ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇനി ഇതിന്റെ യൂണിറ്റ്, ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് എന്താണെന്ന് അറിയാമോ? മീറ്റർ ആണ്. ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് ഏതാണ്? മീറ്റർ ആണ്. അപ്പൊ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം പഠിച്ചു. അങ്ങനെയെങ്കിൽ നമുക്ക് എന്തും പഠിക്കണം? ദൂരവും പഠിക്കണം അല്ലെ. ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ്. നമ്മളിവിടെ പറഞ്ഞു എ ബി പ്ലസ് ബി സി ആണ് എന്തെന്ന് പറയുന്നത്? ദൂരം. നമ്മൾ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത്. അപ്പൊ സഞ്ചരിച്ച പാതയുടെ ആകെ നീളമാണ് എന്ത്? ദൂരം എന്ന് പറയുന്നത്. സഞ്ചരിച്ച പാതയുടെ ആകെ നീളം എന്താണ്? ദൂരം. ദൂരത്തിന്റെ SI യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് മീറ്റർ ആണ്. ദൂരത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. അപ്പൊ രണ്ടിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണെന്ന് ഓർത്തിരിക്കുക. അപ്പം ദൂരം ഏതളവാണ്? നമ്മൾ പഠിച്ചു സ്ഥാനാന്തരം അദിശ അളവാണ്, സദിശ അളവാണെന്ന് പഠിച്ചു. അങ്ങനെയെങ്കിൽ ഏതാണ് ഈ ദൂരം എന്ന് പറയുന്നത്? സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് അല്ലെങ്കിൽ അദിശ അളവാണ്. അദിശ അളവ് അല്ലെങ്കിൽ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് എന്തെന്ന് പറയുന്നേ? ദൂരം. ദൂരം എന്തിന് ഉദാഹരണമാണ്? അദിശ അളവിന് ഉദാഹരണമാണ്. ഡിസ്പ്ലേസ്മെന്റ് എന്തിന് ഉദാഹരണമാണ്? സദിശ അളവിന് ഉദാഹരണമാണ്. രണ്ടിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം എന്ന് പറയുന്നത്? ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ്. അപ്പൊ ദൂരം എന്താണ്? ആ ഒരു സഞ്ചരിച്ച പാതയുടെ ആകെ നീളമാണ് ദൂരം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ഒന്ന് നോക്കാം. അടുത്ത സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ്. ഓപ്ഷൻ എ മീറ്റർ, ഓപ്ഷൻ ബി സെക്കൻഡ്, ഓപ്ഷൻ സി മീറ്റർ പെർ സെക്കൻഡ്, ഓപ്ഷൻ ഡി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഉത്തരം. നമ്മളിപ്പം പറഞ്ഞതേ ഉള്ളൂ. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് എന്തോ നമ്മളിപ്പം പഠിച്ചേ? ഓപ്ഷൻ എ മീറ്റർ. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് മീറ്റർ ആകുമ്പോൾ ദൂരത്തിന്റെ യൂണിറ്റ് എന്താണ്? അതും മീറ്റർ ആണ്. ഓക്കെ. അങ്ങനെയെങ്കിൽ എന്താണ് ഓഡോമീറ്റർ എന്ന് പറയുന്നത്? ഓഡോമീറ്റർ വാഹനങ്ങൾ സഞ്ചരിച്ച ദൂരം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഡോമീറ്റർ. വാഹനങ്ങൾ എന്തുവാ? ഓടിക്കുക അല്ലെ. അപ്പൊ ഓഡോമീറ്റർ എന്താണ്? വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ആകെ സഞ്ചരിച്ച ദൂരം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം. അപ്പൊ ഓഡോമീറ്റർ പഠിച്ചേ. ഓടോ ഓടിക്കുക. എന്തോടിക്കുക? വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അതിന്റെ ദൂരം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം. അപ്പൊ ഓഡോമീറ്റർ നിങ്ങൾ പഠിച്ചു. അടുത്ത എന്താണ് അപ്പോൾ സ്പീഡോമീറ്റർ?
സ്പീഡോമീറ്റർ അപ്പൊ എന്തായിരിക്കും? സ്പീഡ്, വേഗം, അല്ലെ? അപ്പം വാഹനങ്ങൾ സഞ്ചരിച്ച വേഗം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ്? സ്പീഡോമീറ്റർ ആണ്. അപ്പൊ ഓഡോമീറ്റർ എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾ സഞ്ചരിച്ച ദൂരം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം, എത്ര വരെ ഓടി. അടുത്ത സ്പീഡോമീറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്പീഡ് കണക്കാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? സ്പീഡോമീറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ഒന്ന് നോക്കാം, വേഗത. എന്താണ് വേഗത എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു അതിന്റെ സഞ്ചരിച്ച വേഗത കണ്ടെത്താൻ വേണ്ടി നമ്മൾ സ്പീഡോമീറ്റർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. എന്താണ് വേഗത എന്ന് പറയുന്നത്? യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തു സഞ്ചരിച്ച ദൂരം. യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തു സഞ്ചരിച്ച ദൂരത്തെ അറിയപ്പെടുന്നതാണ് വേഗത. യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തു സഞ്ചരിച്ച ദൂരമാണ് അതിന്റെ വേഗത എന്ന് പറയുന്നത്. വേഗത രണ്ട് തരത്തിൽ നമ്മൾ പറയും, സമവേഗവും അസമവേഗവും, യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം സ്പീഡും. എന്താണ് യൂണിഫോം സ്പീഡ് അല്ലെങ്കിൽ സമവേഗം എന്ന് പറയുന്നത്? എന്താണ് സമവേഗം? ചലനത്തിലുള്ള ഒരു വസ്തു തുല്യ സമയം ഇടവേളകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തു വേഗം എങ്ങനെയാണ്? സമവേഗം എന്ന് അറിയപ്പെടുന്നു. സമവേഗം, സമവേഗം. ചലനത്തിലുള്ള ഒരു വസ്തു, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, തുല്യ സമയ ഇന്റർവെൽസിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിന്റെ വേഗം അറിയപ്പെടുന്ന പേരാണ് സമവേഗം. നമ്മൾ സമവർത്തുള ചലനം പഠിച്ചായിരുന്നു. അതെന്തായിരുന്നു? വൃത്തപാതയിൽ കൂടെ ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്നതാണ് സമവർത്തുള ചലനം എന്ന് നമ്മൾ പഠിച്ചു. ഇവിടെ എന്താണ് സമവേഗം എന്ന് പറഞ്ഞാൽ? സെയിം സംഭവം തന്നെയാണ്. ചലനത്തിലുള്ള ഒരു വസ്തു തുല്യ സമയം കൊണ്ട് അല്ലെങ്കിൽ തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം ആണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിന്റെ വേഗം അറിയപ്പെടുന്നു. എന്താ? യൂണിഫോം, ഒരുപോലെ ഒരേ ഇന്റർവെൽസ് വരും. എന്നാൽ നോൺ യൂണിഫോം സ്പീഡ് ആണെങ്കിലോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, അല്ലെ? തുല്യ സമയ ഇടവേളകളിൽ വസ്തു സഞ്ചരിക്കുന്ന ദൂരം തുല്യമല്ല എങ്കിൽ ആ വസ്തുവിന്റെ വേഗം അറിയപ്പെടുന്നതാണ് നോൺ യൂണിഫോം സ്പീഡ്. ക്ലിയർ ആയല്ലോ? അസമവേഗവും സമവേഗവും ക്ലിയർ ആയി. അപ്പൊ വേഗത ക്ലിയർ ആയി. യൂണിറ്റ് സമയത്തിനുള്ളിൽ ഒരു വസ്തു സഞ്ചരിച്ച ദൂരമാണ് വേഗത. അടുത്ത ചോദ്യം ഇതാണ്, ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരം. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റിനെ അറിയപ്പെടുന്ന പേര്. ഓപ്ഷൻ എ വേഗം, ഓപ്ഷൻ ബി ത്വരണം, ഓപ്ഷൻ സി മന്ദീകരണം, ഓപ്ഷൻ ഡി പ്രവേഗം. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരം അറിയപ്പെടുന്ന പേരെന്താണ്? എന്താണ്? ഓപ്ഷൻ ഡി ആണ്, പ്രവേഗമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പം പ്രവേഗം എന്താണ്? ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരത്തെ അറിയപ്പെടുന്ന പേരാണ് പ്രവേഗം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസിനകത്ത് ഈ ഒരു ചോദ്യം കണ്ടിട്ടുണ്ട്. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരം പ്രവേഗമാണ്, പ്രവേഗം. അപ്പൊ എന്താ പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് നമ്മൾ പഠിച്ചു. യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തുവിന് ഒരു പ്രത്യേക ദിശയിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരം പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി. അപ്പം സമവേഗം അസമവേഗം പോലെ ഇവിടെയുണ്ട് സമപ്രവേഗവും അസമപ്രവേഗവും. സമപ്രവേഗം അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരത്തിന്റെ അളവ് തുല്യമായ ഇടവേളകളിൽ തുല്യമായിരിക്കുകയും ഒരേ ദിശയിൽ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ ആ വസ്തുവിന്റെ പ്രവേഗമാണ് സമപ്രവേഗം അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്നത്. പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നു. പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിന്റെ സ്ഥാനാന്തരത്തിന്റെ അളവ് തുല്യമായ ഇടവേളകളിൽ ഈക്വൽ ഇന്റർവെൽസിൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലെങ്കിൽ തുല്യമായിരിക്കും. അതേപോലെ തന്നെ ഇത് ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നത്, അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു, അല്ലേ? ഒരേ ദിശയിൽ സഞ്ചരിക്കുകയാണ്, സെയിം ഡയറക്ഷനിലാണ് ഇത് സഞ്ചരിക്കുന്നത്. അങ്ങനെയുള്ള വെലോസിറ്റി ആണ് യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ സമപ്രവേഗം എന്ന് പറയുന്നത്. ഉദാഹരണവും പഠിച്ചല്ലോ, പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് അസമപ്രവേഗം അല്ലെങ്കിൽ നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്നത്? വേഗം, ദിശ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് മാറിയാൽ വസ്തുവിന്റെ പ്രവേഗമാണ് അസമപ്രവേഗം. മറ്റേത് യൂണിഫോം ആണെങ്കിൽ ഇതെന്താണ്? നോൺ യൂണിഫോം ആണ്. ഇവിടെ വേഗമോ ദിശയോ എന്ത് ചെയ്യപ്പെടാം?
മാറിപ്പോകാം. അങ്ങനെയുള്ളതാണ് അസമപ്രവേഗം. സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടു നീങ്ങുന്ന ട്രെയിൻ അതിന്റെ സെയിം വേഗതയാണോ അത് തുടങ്ങുന്നിടം മുതൽ അവസാനം വരെ? അല്ല. അപ്പം വേഗത്തിലോ ദിശയിലോ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് മാറിയാൽ ആ വസ്തുവിന്റെ പ്രവേഗമാണ് എന്ത്? അസമപ്രവേഗം എന്ന് പറയുന്നത്. ഉദാഹരണം പഠിച്ചു വെച്ചിരിക്കാം. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്. നിശ്ചലാവസ്ഥയിലുള്ള ഒരു ലോറിയുടെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ പെർ സെക്കൻഡ് ആയാൽ ലോറിയുടെ ത്വരണം എത്ര? ലോറിയുടെ ത്വരണം എത്ര ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ. എന്താണ് ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്? ചലിക്കുന്ന വസ്തുവിനുണ്ടാകുന്ന പ്രവേഗ മാറ്റത്തെയാണ് നമ്മൾ ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ചലിക്കുന്ന വസ്തുവിന് എന്തുണ്ടാകുന്നു? പ്രവേഗ മാറ്റം അല്ലെങ്കിൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നു. അതിനെയാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. പ്രവേഗം എന്തുമായി ബന്ധപ്പെട്ട്? സ്ഥാനാന്തരത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇവിടെ ആക്സിലറേഷൻ എന്താണ്? ചലിക്കുന്ന ഒരു വസ്തുവിനുണ്ടാകുന്ന പ്രവേഗ മാറ്റത്തിന്റെ നിരക്കിനെയാണ് ത്വരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആക്സിലറേഷൻ. അപ്പൊ ആക്സിലറേഷൻ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? പ്രവേഗ മാറ്റം ബൈ സമയമാണ്. പ്രവേഗ മാറ്റം ബൈ സമയം എന്ന് പറയുന്നത് പ്രവേഗ മാറ്റത്തിന്റെ നിരക്കാണല്ലോ. പ്രവേഗ മാറ്റത്തിന്റെ നിരക്കാണ് എന്ത്? ത്വരണം എന്ന് പറയുന്നത്. അപ്പൊ പ്രവേഗ മാറ്റം ബൈ സമയമാണ്. പ്രവേഗ മാറ്റം ബൈ സമയം. ഇവിടെ പ്രവേഗ മാറ്റം എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ് വരുന്നത് അല്ലെ? ആദ്യ പ്രവേഗവും ഉണ്ട്, അന്ത്യപ്രവേഗവും ഉണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, ഫൈനൽ വെലോസിറ്റി ഉണ്ട്. ഇവിടെ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റിയെ u എന്ന് എടുത്ത് ഫൈനൽ വെലോസിറ്റിയെ v എന്ന് എടുത്തു. അപ്പൊ u മൈനസ് v ബൈ ടി. u മൈനസ് v ആണല്ലോ പ്രവേഗ മാറ്റം. അപ്പൊ u മൈനസ് v ബൈ ടി ആണ് എന്തെന്ന് പറയുന്നത്? ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, നിശ്ചലാവസ്ഥയിലുള്ള ഒരു ലോറിയുടെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ പെർ സെക്കൻഡ് ആയ ലോറിയുടെ ത്വരണം എത്രയാണെന്നാണ് നമ്മളോടുള്ള ചോദ്യം. അപ്പം ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. ഇനിഷ്യൽ വെലോസിറ്റി എന്താണ്? u ആണല്ലേ. u ഇനിഷ്യൽ വെലോസിറ്റി അത് എന്തായിട്ടാണ് നിൽക്കുന്നത്? നിശ്ചലാവസ്ഥയിലാണ് ലോറി നിൽക്കുന്നത്. നിശ്ചലാവസ്ഥയിലാകുമ്പോൾ അതിന്റെ u അല്ലെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി എന്താണ്? 0 ആണ്. നിശ്ചലാവസ്ഥയിലാണല്ലോ. ഫൈനൽ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് v. എത്രയാണ്? ഒരു ലോറിയുടെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 30 ആണ് അല്ലെ? ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 30 ആണ്. ഇനി സമയം തന്നിട്ടുണ്ട് t. എത്രയാണ് t വരുന്നത്? സമയം എന്ന് പറയുന്നത് എത്രയാണ്? 5 സെക്കൻഡ് ആണ്. സമയം എന്ന് പറയുന്നത് 5 സെക്കൻഡ് ആണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കോണേ, v മൈനസ് u ആണ് കേട്ടോ. v ആണല്ലോ വലുത്. v മൈനസ് u ബൈ ടി ആണ് കേട്ടോ. v മൈനസ് u ബൈ ടി ആണ് ആക്സിലറേഷൻ. ഇത് തിരിഞ്ഞു പോലെ v മൈനസ് u ബൈ ടി ആണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് v ഉണ്ട്, u ഉണ്ട്, t ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, a ഈസ് ഈക്വൽ ടു നമുക്ക് കൊടുക്കാലോ 30 മൈനസ് 0 ബൈ 5. എത്രയാണ്? 30 ഡിവൈഡഡ് ബൈ 5 നമുക്ക് എത്ര കിട്ടും? 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷന്റെ യൂണിറ്റ്. അപ്പൊ ഇത് എത്രയാണ്? 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻസിനകത്ത് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതല്ലാതെ തന്നെ കണക്ക് ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് ഉത്തരം പറയാം. ഇനിഷ്യൽ 0 ആണെന്നറിയാം, ഫൈനൽ 30 വന്നു. 30 ഡിവൈഡ് ബൈ 5 എത്ര വരും? 6 വരും. അപ്പം 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ക്ലിയർ ആയോ? ക്ലിയർ ആയല്ലോ. അപ്പൊ ഉത്തരം 6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ത്വരണത്തിന്റെ ഇക്വേഷൻ എന്താണ്? പ്രവേഗ മാറ്റം ബൈ സമയം, അല്ലെങ്കിൽ a is equal to v minus u by t. a is equal to v minus u by t. ഇനി വേഗതയുടെ ഇക്വേഷൻ എന്തായിരുന്നു? വേഗതയുടെ ഇക്വേഷൻ ദൂരം ബൈ സമയം. വേഗതയുടെ ഇക്വേഷൻ എന്താണ്? ദൂരം ബൈ സമയം. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇതിനകത്ത് തന്നെ നമുക്ക് ഡിസ്റ്റൻസിന്റെ ഇതും കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പം വേഗത ഈസ് ഈക്വൽ ടു ദൂരം ബൈ സമയം. വേഗത സമം ദൂരം ബൈ സമയം. ഇനി ശരാശരി വേഗം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ശരാശരി വേഗം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ശരാശരി വേഗം കണ്ടുപിടിക്കുന്നത്
സഞ്ചരിച്ച ആകെ ദൂരം ഡിവൈഡഡ് ബൈ സഞ്ചരിക്കാനെടുത്ത ആകെ സമയം. സഞ്ചരിക്കാനെടുത്ത ആകെ ദൂരം ബൈ ടോട്ടൽ ഡിവൈഡഡ് ബൈ എന്താണ്? ടോട്ടൽ ടൈം. സഞ്ചരിക്കാനെടുത്ത ആകെ സമയം. ഇനി അതല്ല, ശരാശരി പ്രവേഗമാണ് കണ്ടെത്തേണ്ടതിൽ എങ്ങനെ വരും? ശരാശരി പ്രവേഗം അവിടെ ഒരു മാറ്റമേ ഉള്ളൂ, ദൂരം മാറി അവിടെ എന്ത് വരും? സ്ഥാനാന്തരമാവും അല്ലെ? അപ്പൊ സ്ഥാനാന്തരം ബൈ സഞ്ചരിക്കാനെടുത്ത ആകെ സമയം. അപ്പൊ നമ്മള് ത്വരണം പഠിച്ചു, വേഗത പഠിച്ചു, ശരാശരി വേഗം പഠിച്ചു, ശരാശരി പ്രവേഗം പഠിച്ചു. ഈ 3 ഇക്വേഷൻസും ക്ലിയർ ആയി, 4 ഇക്വേഷൻസും ക്ലിയർ ആയല്ലോ. ത്വരണം എങ്ങനെയാണ്? പ്രവേഗ മാറ്റം ബൈ സമയം, അല്ലെങ്കിൽ a = v - u/t. വേഗത എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം, ദൂരം ബൈ സമയം. അടുത്ത ശരാശരി വേഗം എന്ന് പറയുന്നത് സഞ്ചരിക്കാനെടുത്ത ആകെ ദൂരം ഡിവൈഡഡ് ബൈ സഞ്ചരിക്കാനെടുത്ത ആകെ സമയം. ശരാശരി പ്രവേഗം എന്ന് പറയുന്നത് സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ സഞ്ചരിക്കാനെടുത്ത ആകെ സമയം. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്: ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരം സമയത്തിന്റെ വർഗത്തിന് ആനുപാതികമാണെങ്കിൽ ആ വസ്തുവിന്റെ ചലനം. ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരം സമയത്തിന്റെ വർഗത്തിന് ആനുപാതികമാണെങ്കിൽ ആ വസ്തുവിന്റെ ചലനം. ഓപ്ഷൻ എ സമപ്രവേഗം, ഓപ്ഷൻ ബി ത്വരണം കൂടുന്നു, ഓപ്ഷൻ സി സമത്വരണം, ഓപ്ഷൻ ഡി ത്വരണം കുറയുന്നു. എന്താണ് ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരം സമയത്തിന്റെ വർഗത്തിന് ആനുപാതികമാണ് എങ്കിൽ, പ്രൊപ്പോർഷണൽ ആണ് എങ്കിൽ ആ വസ്തുവിന്റെ ചലനം അറിയപ്പെടുന്ന പേരെന്താണ്? ഓപ്ഷൻ സി ആണ് സമത്വരണം. നമ്മൾ ത്വരണം എന്താണെന്ന് പഠിച്ചു. ചലിക്കുന്ന ഒരു വസ്തുവിനുണ്ടാകുന്ന പ്രവേഗമാറ്റ നിരക്കാണ് എന്തെന്ന് പറയുന്നത്? ത്വരണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരം സമയത്തിന്റെ വർഗത്തിന് ആനുപാതികമാണ് എങ്കിൽ അതിനെ അറിയപ്പെടുന്ന, ആ വസ്തുവിന്റെ ചലനം അറിയപ്പെടുന്ന എങ്ങനെയാണ്? സമത്വരണം. എന്താണ്? സമത്വരണം. ക്ലിയർ ആയോ സമത്വരണം എന്താണെന്ന്? അപ്പം സമത്വരണം നമ്മൾ പഠിച്ചു. എന്താണ് മന്ദീകരണം എന്ന് പറയുന്നത്? പ്രവേഗമാറ്റം കുറയുന്ന സന്ദർഭത്തിലെ ത്വരണം അറിയപ്പെടുന്ന പേരാണ്. അപ്പൊ പ്രവേഗമാറ്റം കുറയുകയാണ് എങ്കിൽ ആ സമയത്ത് അനുഭവപ്പെടുന്ന ത്വരണം അറിയപ്പെടുന്ന പേരാണ് എന്താ? മന്ദീകരണം, അല്ലെങ്കിൽ റിട്ടാർഡേഷൻ, അല്ലെങ്കിൽ നെഗറ്റീവ് ത്വരണം. ഇതിന്റെ യൂണിറ്റ് എങ്ങനെയാണ് വരുന്നത്? മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ് മന്ദീകരണത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. മന്ദീകരണത്തിന്റെ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. എന്താണ് മന്ദീകരണം, അല്ലെങ്കിൽ റിട്ടാർഡേഷൻ, അല്ലെങ്കിൽ നെഗറ്റീവ് ത്വരണം എന്ന് പറയുന്നത്? പ്രവേഗമാറ്റം കുറയുന്ന സന്ദർഭത്തിലെ ത്വരണം അറിയപ്പെടുന്ന പേരാണ് മന്ദീകരണം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? ആയല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം: ഏതൊരു പദാർത്ഥത്തിനും അതിന്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്? താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണത്? ഓപ്ഷൻ എ പിണ്ഡം, ഓപ്ഷൻ ബി വ്യാപ്തം, ഓപ്ഷൻ സി ജഡത്വം, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. നമ്മൾ മുമ്പ് ആദ്യം പറഞ്ഞപ്പം പറഞ്ഞു, ചലന നിയമങ്ങൾ അല്ലെങ്കിൽ ചലനത്തെ പറ്റി ആദ്യമായി പഠനം നടത്തിയത് ഗലീലിയോ ആണ്. എന്നാൽ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ ആണ്. ഇവിടെ അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്: ഏതൊരു പദാർത്ഥത്തിനും അതിന്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്? താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ്? ഓപ്ഷൻ സി ജഡത്വമാണ് അല്ലെ? എന്താണ് അപ്പോൾ ജഡത്വം എന്ന് പറയുന്നത്? ഒരു പദാർത്ഥത്തിന് അതിന്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണത, അല്ലെങ്കിൽ അതിന് ചേഞ്ച് ചെയ്യാനുള്ള ഇന്നബിലിറ്റി. ഒരു വസ്തുവിന് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന് അതിന്റെ, അല്ലെങ്കിൽ അതിന്റെ ഒരു ബോഡിക്ക് അതിന്റെ സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യാനുള്ള ഇന്നബിലിറ്റിയാണ് നമ്മൾ ജഡത്വം എന്ന് പറയുന്നത്. ഇനേർഷ്യ അല്ലെങ്കിൽ ജഡത്വം. അപ്പൊ എന്താണ് ഇനേർഷ്യ അല്ലെങ്കിൽ ജഡത്വം എന്ന് പറയുന്നത്? inability of a body to change its state. Inability of a body to change its state. Inability, അത് ഓർത്തിരുന്നാൽ മതി. Inability ആണ്. Inability of a body to change its
സ്റ്റേറ്റ്, അതിന്റെ സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യാനുള്ള അതിന്റെ ഇന്നബിലിറ്റി, അല്ലെങ്കിൽ ഏതൊരു പദാർത്ഥത്തിനും അതിന്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയാണ് എന്ത് പറയുന്നത്? ജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യ എന്ന് പറയുന്നത്. മാസ് കൂടുതലുള്ള വസ്തുക്കൾക്ക് ജഡത്വം എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ മാസ് അല്ലെങ്കിൽ പിണ്ഡം കൂടുതലാണെങ്കിൽ അവിടെ ഇനേർഷ്യ എന്തായിരിക്കും? ഇനേർഷ്യ കൂടുതലായിരിക്കും. അതൊന്ന് ഓർത്തിരുന്നോണം. മാസ് കൂടുതലുള്ള വസ്തുക്കൾക്ക് ജഡത്വം എന്താണ്? കൂടുതലാണ് എന്ന് ഓർത്തിരിക്കാം. അപ്പം എന്താണ് ജഡത്വം എന്ന് നമ്മൾ പറഞ്ഞു? ഇന്നബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് സ്റ്റേറ്റ് അല്ലെ? അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഒരു വസ്തുവിന് അതിന്റെ സ്വയം അതിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖാ ചലനത്തിലോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് ജഡത്വം എന്ന് പറയുന്നത്. ഒരു വസ്തുവിന് സ്വയം അതിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖാ ചലനത്തിലോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മ അല്ലെങ്കിൽ ഇന്നബിലിറ്റിയാണ് എന്തെന്ന് പറയുന്നത്? ജഡത്വം, ഇനേർഷ്യ എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള ജഡത്വം നമ്മൾ ഇവിടെ പറയുന്നു. ചലന ജഡത്വവും നിശ്ചല ജഡത്വവും. അതിൻ്റെ കൂടെ ഇനേർഷ്യ ഓഫ് ഡയറക്ഷനും വരുന്നു. ഇവിടെ നമുക്ക് രണ്ടെണ്ണമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ചലന ജഡത്വം, നിശ്ചല ജഡത്വം. എന്താണ് ചലന ജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് പറയുന്നത്? ഇനേർഷ്യ ഓഫ് മോഷൻ ഒരു വസ്തുവിന് സ്വയം അതിന്റെ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാനുള്ള കഴിവില്ലായ്മയെ വിശേഷിപ്പിക്കുന്നതാണ് ചലന ജഡത്വം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ inability of a body to change its state in a uniform motion or in a straight line. അതാണ് ചലന ജഡത്വം അല്ലെങ്കിൽ inertia of motion. Inability of a body to change its state when it is in അല്ലെങ്കിൽ state of uniform motion in a straight line by itself. അതിന് തന്നെത്താൻ ആ ഒരു വസ്തുവിന് സ്വയം അതിന്റെ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് ചലന ജഡത്വം എന്ന് പറയുന്നത്. ഇനേർഷ്യ ഓഫ് മോഷൻ. നമുക്കറിയാം, നമ്മൾ ഫാനിന്റെ സ്വിച്ച് ഓൺ ചെയ്തു, അത് കുറച്ചു നേരം ഓടിക്കഴിഞ്ഞ് ഇത് ഓഫ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ഓഫ് ചെയ്യാതാലും കുറച്ചു നേരം കൂടി ആ ഫാനിന്റെ ലെവ്സ് കറങ്ങിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കും. അതെന്തിന് ഉദാഹരണമാണ്? ചലന ജഡത്വത്തിന് ഉദാഹരണമാണ്. സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും ഫാൻ അല്പസമയത്തേക്ക് കറങ്ങുന്നത് എന്ന് വെച്ചാൽ ആ ഒരു വസ്തുവിന് സ്വയം അതിന്റെ ചലനാവസ്ഥയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? മാറ്റം വരുത്താൻ സാധിക്കുന്നില്ല. അതാണ് ചലന ജഡത്വം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ inability of a body to change its state of uniform motion in a straight line by itself. അടുത്തത്, വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ യാത്രക്കാർ എങ്ങോട്ട് പോകും? മുന്നോട്ട് വീഴാൻ പോകും അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആ ചലനത്തെ അവിടെ മാറ്റം വരുത്താനൊന്നും സാധിക്കുന്നില്ല. അപ്പൊ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ചലന ജഡത്വം എന്ന് പറയുന്നത്. ഇനി നേരെ ഓപ്പോസിറ്റ്, വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന്, അല്ലെങ്കിൽ ഒരു ബസ് നിർത്തിയിട്ടിരിക്കുന്ന ബസ് ഒരു പെട്ടെന്ന് എടുക്കുമ്പോൾ നമ്മൾ എങ്ങോട്ട് പോകും? പിന്നോട്ട് പോകും. ബസ്സിലെ യാത്രക്കാര് പുറകോട്ട് പോകും. അതെന്തിന് ഉദാഹരണമാണ്? നിശ്ചല ജഡത്വത്തിന് ഉദാഹരണമാണ്. അപ്പൊ എന്താണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്? ഒരു വസ്തുവിന് സ്വയം അതിന്റെ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ വിശേഷിപ്പിക്കുന്നതാണ് നിശ്ചല ജഡത്വം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇന്നബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇസ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. അതിന്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിനെ ചേഞ്ച് ചെയ്യാനുള്ള കഴിവില്ലായ്മ, ഇന്നബിലിറ്റിയാണ് നിശ്ചല ജഡത്വം. ഇന്നബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇസ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണ് എങ്കിൽ അത് നിശ്ചല ജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. അപ്പൊ എന്താണെന്ന് പഠിച്ചോ? ഒരു വസ്തുവിന് സ്വയം അതിന്റെ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മ. ബസ് നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിൽ നമ്മൾ ഇരിക്കുകയാണ്, ബസ് പെട്ടെന്ന് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മുന്നോട്ട് എടുക്കുമ്പോൾ ബസ്സിലെ യാത്രക്കാർ എങ്ങോട്ട് പോകും? പുറകോട്ട് പോകും. അതെന്തുകൊണ്ടാണ്? നിശ്ചല ജഡത്വം കൊണ്ടാണ്. അതേപോലെ തന്നെയാണ് അട്ടിയായി അടുക്കിയ ക്യാരംസ് കോയിനുകളുടെ അട്ടി തെറിപ്പിക്കാതെ, അടുക്കി വെച്ചിരിക്കുന്ന ക്യാരംസ് കോയിനിന്റെ ആ അടുക്കൊന്നും തെറ്റിക്കാതെ തന്നെ അടിയിലത്തെ കോയിൻ തെറിപ്പിക്കാൻ നമുക്ക് സാധിക്കും അല്ലെ? അതെന്തുകൊണ്ടാണ്? അതും നിശ്ചല ജഡത്വം കൊണ്ടാണ്. അപ്പൊ ഉദാഹരണം പഠിച്ചു വെച്ചോണേ. രണ്ട് ഉദാഹരണം പഠിച്ചു വെക്കാലോ. നിശ്ചല ജഡത്വം എന്താണ്?
ഒരു വസ്തുവിന് സ്വയം അതിന്റെ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ വിശേഷിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇന്നബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണ് ഇന്നബിലിറ്റി ടു ചേഞ്ച് എ ബോഡി ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, നിശ്ചല ജഡത്വം അല്ലെങ്കിൽ ഇനർഷ്യ ഓഫ് റെസ്റ്റ്. ഓക്കെ ആണല്ലോ, എന്താണെന്നും പഠിച്ചല്ലോ, ക്ലിയർ ആയല്ലോ. അങ്ങനെയെങ്കിൽ അടുത്തത് ജഡത്വ നിയമം പ്രസ്താവിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ജഡത്വ നിയമം പ്രസ്താവിച്ചത്? ഓപ്ഷൻ എ ഗലീലിയോ, ഓപ്ഷൻ ബി ഐസക് ന്യൂട്ടൺ, ഓപ്ഷൻ സി ആൽബർട്ട് ഐൻസ്റ്റീൻ, ഓപ്ഷൻ ഡി ക്രിസ്റ്റ്യൻ ഹൈജൻ. ആരാണ്? പെട്ടെന്ന് പോയി പറയാം. ഐസക് ന്യൂട്ടൺ. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടനാ, പക്ഷെ ജഡത്വ നിയമം പ്രസ്താവിച്ചത് ആരാണെന്ന് അറിയാമോ? അത് ഓപ്ഷൻ എ ഗലീലിയോ ആണ്. തിരിഞ്ഞു പോവല്ലേ. ജഡത്വ നിയമം പ്രസ്താവിച്ചത് ആരാണ്? ഗലീലിയോ ആണ്. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ ആണ് എങ്കിൽ ജഡത്വ നിയമങ്ങൾ പ്രസ്താവിച്ചതും ചലന നിയമത്തെ പറ്റി ആദ്യമായി പഠിച്ചതും ഗലീലിയോ ആണ്. ഗലീലിയോ ഗലീലിയെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഗലീലിയോ രചിച്ച ആദ്യത്തെ പുസ്തകം ഏതാണ്? ദ ലിറ്റിൽ ബാലൻസ് ആണ്. പഠിച്ചു വെക്കോണേ. ഗലീലിയോ രചിച്ച ആദ്യ പുസ്തകം ദ ലിറ്റിൽ ബാലൻസ്. അതിന്റെ കൂടെ തന്നെ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് തെർമോമീറ്റർ കണ്ടുപിടിച്ചത്. എല്ലാവർക്കും അറിയാം ആരാണ്? അതും ഗലീലിയോ ആണെന്നറിയാം. അടുത്ത ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്താണ്? വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളാണ് അല്ലെ. വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഗലീലിയൻ ഉപഗ്രഹങ്ങൾ. ഗാനിമേഡ് ഉൾപ്പെടെ വ്യാഴത്തിന് എത്ര ഉപഗ്രഹങ്ങളുണ്ട്? 4 ഉപഗ്രഹങ്ങൾ. ഗാനിമേഡ് ഉൾപ്പെടെ വ്യാഴത്തിന്റെ 4 ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയത് ആരാണ്? ഗലീലിയോ ആണ്. ഏത് വർഷമാണ്? 1610. ക്ലിയർ ആയോ? ഗലീലിയോ രചിച്ച ആദ്യ പുസ്തകം ദ ലിറ്റിൽ ബാലൻസ്. ഗലീലിയൻ ഉപഗ്രഹങ്ങൾ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളാണ്. ഗാനിമേഡ് ഉൾപ്പെടെ 4 ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയത് ഗലീലിയോ ആണ്. ഏത് വർഷമാണ്? 1610. അങ്ങനെയെങ്കിൽ വ്യാഴത്തിന്റെ 4 ഉപഗ്രഹങ്ങൾ, ഗലീലിയോ കണ്ടെത്തിയ വ്യാഴത്തിന്റെ 4 ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? അയോ, യൂറോപ്പ, ഗാനിമേഡ്, കാലിസ്റ്റോ. 4 ഉപഗ്രഹങ്ങൾ പഠിച്ചല്ലോ. ഗലീലിയൻ ഉപഗ്രഹങ്ങൾ. അപ്പം താഴെ തന്നിരിക്കുന്നവയിൽ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ ഏവ, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഗലീലിയൻ ഉപഗ്രഹങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? അപ്പൊ ഉൾപ്പെടുന്ന ഏതാന്ന് പഠിച്ചാൽ ഉൾപ്പെടാത്ത നമുക്കറിയാം. ഏതൊക്കെയാണ്? അയോ, യൂറോപ്പ, ഗാനിമേഡ്, കാലിസ്റ്റോ. അയോ, യൂറോപ്പ, ഗാനിമേഡ്, കാലിസ്റ്റോ. ക്ലിയർ ആയേ? അപ്പം വ്യാഴത്തിന് 4 ഉപഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ എന്നല്ല നമ്മൾ പറയുന്നത്. ഗലീലിയോ കണ്ടെത്തിയ വ്യാഴത്തിന്റെ 4 ഉപഗ്രഹങ്ങളാണ് നമ്മളിപ്പം പറഞ്ഞ അയോ, യൂറോപ്പ, ഗാനിമേഡ്, കാലിസ്റ്റോ. കണ്ടെത്തിയ വർഷം 1610. ഗലീലിയോ രചിച്ച ആദ്യ പുസ്തകം ദ ലിറ്റിൽ ബാലൻസ്. വേണേ നമുക്ക് ഇതിന്റെ കൂടെ വ്യാഴത്തെ പറ്റി പറഞ്ഞു പോവാം. പക്ഷെ വേണ്ട, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. നാളത്തെ എക്സാമിന് നിങ്ങൾ ഈ പാഠങ്ങൾ ഇപ്പം പഠിപ്പിച്ച അത്രയും പോർഷൻസ് ഒന്ന് കൃത്യമായിട്ട് പഠിച്ചാൽ മതി. നമുക്ക് വരണ്ടേ 2025 പരീക്ഷകളുടെ റാങ്ക് ലിസ്റ്റിൽ, ആദ്യ റാങ്ക് ലിസ്റ്റ് നമുക്ക് ഉൾപ്പെടണം. വേണ്ടേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുക? പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നങ്ങ് പഠിച്ചു പോവുക. കൂടാതെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക, സ്മാർട്ട് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് മാത്രം പോരാ, അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? സ്മാർട്ട് വർക്ക് കൂടെ ചെയ്യുക. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തത് നോക്കാം. ഇതിന്റെ കൂടെ തന്നെ ഉള്ളതാണ് ഇസ്രയേലിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഇസ്രയേലിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഗലീലി കടലാണ്. ഇസ്രയേലിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിച്ചാൽ ഗലീലി കടലാണ്. ഡയലോഗ് ഓൺ ദ ഗ്രേറ്റ് വേൾഡ് സിസ്റ്റം ആരുടെ പുസ്തകമാണ്? ഗലീലിയുടെ പുസ്തകമാണ്. അപ്പൊ ദ ലിറ്റിൽ ബാലൻസ് നമ്മൾ പറഞ്ഞു. ദ ലിറ്റിൽ ബാലൻസ് ആരുടെ പുസ്തകമായിരുന്നു? ഗലീലിയുടെ ആദ്യത്തെ പുസ്തകമായിരുന്നു. അതേപോലെ തന്നെ ഡയലോഗ് ഓൺ ദ ഗ്രേറ്റ് വേൾഡ് സിസ്റ്റം ആരുടെയാണ്? അതും ഗലീലിയുടെയാണ്. സ്റ്റെറി മെസഞ്ചർ, ഡിസ്കോഴ്സ് ഓഫ് ഫ്ലോട്ടിംഗ് ബോഡീസ്, ലെറ്റേഴ്സ് ഓൺ സൺസ്പോട്സ് എന്നിവ ആകാശ നിരീക്ഷണങ്ങളെ കുറിച്ചും സൂര്യകളങ്കങ്ങളെ കുറിച്ചും എഴുതിയ ഗലീലിയോയുടെ പുസ്തകമാണ്. അപ്പൊ 4 പുസ്തകം നമ്മൾ പറഞ്ഞു. ദ ലിറ്റിൽ ബാലൻസ്, അതേപോലെ തന്നെ ഡയലോഗ് ഓൺ ദ ഗ്രേറ്റ് വേൾഡ് സിസ്റ്റം, സ്റ്റെറി മെസഞ്ചർ, ഡിസ്കോഴ്സ് ഓഫ് ഫ്ലോട്ടിംഗ് ബോഡീസ്, ലെറ്റേഴ്സ് ഓൺ സൺസ്പോട്സ്. ഈ 4 പുസ്തകങ്ങൾ ഓർത്തിരിക്കണേ. നല്ല 5 പുസ്തകങ്ങൾ. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത ഒരു വ്യക്തിയാണ്
ക്രിസ്ത്യൻ ഹൈജൻസ്. ആരാണ് ക്രിസ്ത്യൻ ഹൈജൻസ് എന്ന് പറയുന്നത്? പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തിയാണ് ക്രിസ്ത്യൻ ഹൈജൻസ്. ക്രിസ്ത്യൻ ഹൈജൻസ് ആരാണ്? പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തി ആരാണ്? ക്രിസ്ത്യൻ ഹൈജൻസ് ആണ്. പെൻഡുലം ക്ലോക്ക് കണ്ടുപിടിച്ചത് ആരാണ്? ക്രിസ്ത്യൻ ഹൈജൻസ് ആണ്. 1655 ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമായ ടൈറ്റനെ കണ്ടെത്തിയത് ആരാണ്? അതും ക്രിസ്ത്യൻ ഹൈജൻസ് ആണ്. അപ്പം ക്രിസ്ത്യൻ ഹൈജൻസിനെ പറ്റി 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. 1, പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചു. 2, പെൻഡുലം ക്ലോക്ക് കണ്ടുപിടിച്ചു. 3, 1655 ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമായ ടൈറ്റനെ കണ്ടെത്തി. അപ്പൊ ഇത്രയും കാര്യങ്ങളും ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിസ്ത്യൻ ഹൈജൻസിനെ പറ്റി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗലീലിയോ ഗലീലി നമ്മൾ പറഞ്ഞു, ക്രിസ്ത്യൻ ഹൈജൻസും പറഞ്ഞു. ക്ലിയർ ആയ ഇത്രയും കാര്യങ്ങളാണ്. ഇന്നത്തെ ക്ലാസ് നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്? ആദ്യം നമ്മൾ എന്തു പറഞ്ഞു? ആദ്യം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ചലനത്തെ പറ്റിയാണ്. ചലനം, അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്ന് എന്തിലോട്ട് വന്നു? ഓരോ നേർരേഖാ ചലനം വന്നു, വർത്തുള ചലനം വന്നു, സമവർത്തുള ചലനം വന്നു, ക്രമാവർത്തന ചലനം പറഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ആക്സലറേഷൻ, അതേപോലെ തന്നെ നമ്മൾ എന്തൊക്കെ ദോലനം പറഞ്ഞു, ദോലനത്തിന്റെ ഉദാഹരണങ്ങൾ എല്ലാം ഓർത്തിരുന്നോണം. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഭ്രമണം, പരിക്രമണം, ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. ഫിസിക്സിനകത്തുള്ള ഒരു പോർഷൻ നമ്മൾ ഇവിടെ കഴിഞ്ഞു. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ PDF എല്ലാം, ഈ ഉള്ള എല്ലാ PDF നോട്ട്സും നമ്മുടെ ടെലഗ്രാം ചാനൽ, PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ 1,00,000-ൽ കൂടുതൽ പോൾ വർക്കൗട്ട് എക്സാംസും ആ ടെലഗ്രാം ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സൗജന്യ PDF-ഉം നോട്ട്സും ക്ലാസ്സസുമാണ് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പൊ അത് ഉപകരിക്കുക, അത് ഉപയോഗിക്കുക, പഠിക്കുക. ആദ്യത്തെ റാങ്ക് നിങ്ങൾ നേടുക. ഓക്കെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലാസ് കണ്ടു കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ ഒരു ക്ലാസ്സുമായി ബേസ് ചെയ്തുകൊണ്ടുള്ള പോൾ എക്സാം വർക്കൗട്ടും ആ ഒരു ടെലഗ്രാം ചാനലിൽ, PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.